കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. തൊഴിലാളി സംഘങ്ങളുടെ പ്രതിനിധികളും ഗവൺമെൻറ് പ്രതിനിധികളും ചേർന്ന് ഉണ്ടാക്കുന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി തീരുമാനം അത് നടപ്പാക്കാനുള്ള നിയമാനുസൃതമായ ഉത്തരവാദിത്വം തോട്ടമുടമകൾക്കുണ്ട്. അതിൽ നിന്ന് തോട്ടമുടമകൾ വ്യതിചലിക്കുന്നത് ഒരു നിയമലംഘനം കൂടിയാണ്. ഇതിനെതിരായി തൊഴിലാളികൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭണത്തിന് നേതൃത്വം കൊടുക്കേണ്ടതായിട്ട് വരും. അത്തരമൊരു പ്രക്ഷോഭണം CPIM തന്നെ ഏറ്റെടുക്കും. ഈ ഘട്ടത്തിൽ തൊഴിലാളി സമരത്തിന് എല്ലാവിധ പിന്തുണയും CPIM നൽകിയിരുന്നു. അങ്ങനെ ശക്തമായ സമ്മർദ്ദം വന്നപ്പോഴാണ് അന്ന് തോട്ടമുടമസ്ഥന്മാർ ആനുകൂല്യം കൊടുക്കാൻ നിർബന്ധിതമായത്. അത് ഇലക്ഷനെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതൊന്ന് കടുത്ത തോതിലുള്ള ജനങ്ങളുടെ ഒരു വെല്ലുവിളിയാണ് ഇത്തരത്തിലുള്ള സമീപനം. എന്ത് കാരണവശാലും പ്രഖ്യാപിച്ച ആനുകൂല്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭണത്തിലേക്ക് തൊഴിലാളികൾ പോകേണ്ടതായിട്ട് വരും. കേരളത്തിലെ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ വീടുകൾ കാര്യത്തൊഴുത്തിനെ പോലുള്ള വീടുകളിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. അവരുടെ വീടുകൾ വാസയോഗ്യമായ വീടുകളാക്കി മാറ്റിക്കൊടുക്കാൻ സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. കഴിഞ്ഞ വർഷം 15 കോടി രൂപ ഇതിനു വേണ്ടി ബഡ്ജറ്റിൽ നീക്കിവെച്ചത് ഒരു പൈസ പോലും ഗവൺമെൻറ് ചെലവഴിച്ചില്ല. ഈ വർഷത്തെ ബഡ്ജറ്റിലും 10 കോടി രൂപയുണ്ട്. ഇതുവരെയായിട്ടൊരു പൈസ ഇക്കാര്യത്തിൽ ചെലവഴിച്ചിട്ടില്ല. ഓരോ വർഷവും തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾ നന്നാക്കാൻ വേണ്ടി നീക്കിവന്ന തുക ലാപ്സാക്കിയാണ് ഗവൺമെൻറ് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകളുണ്ട്. ഇതെല്ലാം ആ ഘട്ടത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടതാണെങ്കിലും ഇതുവരെയായിട്ടും ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. മാനേജ്മെൻറ്റ് ഒത്തുതീർപ്പ് നടപ്പാക്കാനും തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്കൊരു സമരം മാത്രമേ വഴിയുള്ളൂ. ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും CPMൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കും. അതേതെങ്കിലും കുറച്ച് തൊഴിലാളികൾ പറയുന്നതായിരിക്കും. 3.5 ലക്ഷം തൊഴിലാളികളിൽ നിങ്ങൾ 5 തൊഴിലാളി പറയുന്നതാണ് നിങ്ങൾ ഏറ്റെടുത്ത് നടക്കുക. ആ 3.5 ലക്ഷം തൊഴിലാളികളിൽ എത്ര തൊഴിലാളികളാണ് ഇങ്ങനെ സംഘടന വേണ്ട എന്ന് പറയുന്നവരുള്ളത്? വളരെ ചുരുങ്ങി 1% പോലും ഇല്ലാത്ത തൊഴിലാളികൾ പറയുന്നതിന് മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് തൊഴിലാളികളുടെ അരാഷ്ട്രീയത ഉണ്ടാക്കാനാണ്. ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ വളർത്തിയെടുത്ത് തൊഴിലാളിയുടെ ആനുകൂല്യം ഇല്ലാതാക്കാൻ മാനേജ്മെൻറ്റിന് കൂട്ടുനിൽക്കുകയാണ് ഇത്തരം തൊഴിലാളികൾ ചെയ്യുന്നത്. അത് അവർ തന്നെ തെറ്റ് മനസ്സിലാക്കി യോജിച്ച പ്രക്ഷോഭണം കൊണ്ട് മാത്രമേ തോട്ടം മാനേജ്മെൻറ്റിനെ തിരുത്തിക്കാൻ കഴിയുള്ളൂ. അതിന് പകരം ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട അപശബ്ദങ്ങൾ ഉണ്ടാകുന്നത് മാനേജ്മെൻറ്റിന് സഹായകരമായിട്ടാണ് അത് മാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ നിന്ന് തൊഴിലാളികളെ പിന്തിരിക്കുന്നതിന് സഹായകമല്ല. എല്ലാ തൊഴിലാളി സംഘടനകളും ഒറ്റക്കെട്ടായി നടത്തിയ പോരാട്ടമാണ് തോട്ടം മേഖലയിൽ ഇത്തരം ഒരു ആനുകൂല്യം കൊടുക്കാൻ തോട്ടം ഉടമസ്ഥന്മാർ നിർബന്ധിതമായത്. ഇതിലേറ്റവും വലിയ കള്ളക്കളി കളിക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി അന്ന് മാനേജ്മെൻറ്റുമായിട്ടുണ്ടാക്കിയ കരാർ എന്തായിരുന്നു? തൽക്കാലങ്ങൾ പ്രഖ്യാപിച്ചോ പിന്നെ കൊടുക്കണ്ട എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഈ കാര്യത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള കരാർ അവർക്ക് കൊടുത്ത വാക്കെന്താണ്? അത് നടപ്പാക്കാത്തതിനെതിരായി സർക്കാർ ശക്തമായ നടപടിയെടുക്കണം. ഗവൺമെൻറ് സാധ്യമാകുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ഈ ആനുകൂല്യം തൊഴിലാളികൾ കൊടുപ്പിക്കാൻ ഗവൺമെൻറ് ഇടപെടണം. അതൊക്കെ എല്ലാ കാലത്തും തോട്ടം മാനേജ്മെൻറ്റും തൊഴിലുടമസ്ഥന്മാരും പറയുന്നൊരു ഭീഷണിയാണ്. അങ്ങനെ തോട്ടം അടച്ചിട്ട് കഴിഞ്ഞാൽ അത് സർക്കാർ ഏറ്റെടുക്കണം. 60,000 ഏക്കർ ഭൂമിയാണ് കണ്ണൻദേവൻ കമ്പനിക്ക് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ തോട്ടങ്ങൾ നടക്കുന്നത് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് കൊടുത്തുകൊണ്ടാണ്. ഹാരിസൺ മലയാളത്തിൻ്റെ കൈവശമുള്ള ഭൂമി സർക്കാരിൻ്റെ ഭൂമിയാണ്. ആ സർക്കാരിൻ്റെ ഭൂമിയിലാണ് തോട്ടം ഇവർ നടത്തുന്നത്. എന്നിട്ടും തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കില്ല എന്ന് പറഞ്ഞ് ധിക്കാരപരമായ നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നത്? അവരെ നിലക്ക് നിർത്തുക വേണം തോട്ടമുടമസ്ഥന്മാർ. അതോടൊപ്പം തന്നെ സഖാവ് ഈ PC ജോർജിൻ്റെ കാര്യത്തിൽ PC ജോർജിനെ അയോഗ്യനാക്കിയതിൽ തനിക്ക് നിയമപരമായി തെറ്റ് പറ്റിയിട്ടില്ല എന്നും തനിക്ക് അതിൽ നിയമസാധ്യതയില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ വിമർശിച്ചവർക്ക് ആവശ്യമായ നിയമത്തിൻ്റെ അറിവില്ലാത്തതുകൊണ്ടാണ് എന്നാണ് സ്പീക്കർ ഇന്ന് ന്യായീകരിച്ചിരിക്കുന്നത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സ്പീക്കർ ഒരു ഏകാധിപതിയെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. സ്പീക്കർക്ക് നിയമസഭയുടെ നടപടിച്ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് വിപുലമായ അധികാരങ്ങളുണ്ട്. അത്തരം അധികാരങ്ങൾ വിവേചനപൂർവ്വം പ്രവർത്തിക്കുമ്പോഴാണ് ഒരു നല്ല സ്പീക്കറായിട്ട് മാറുന്നത്. അത് എപ്പോൾ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് സ്പീക്കർക്ക് തിരിച്ചറിവുണ്ടാകണം. സാമാന്യ നീതിക്ക് നിരക്കുന്ന വിധത്തിലാണ് ഒരു സ്പീക്കർ തീരുമാനമെടുക്കേണ്ടത്. അത്തരത്തിലൊരു തീരുമാനമല്ല PC ജോർജിൻ്റെ കാര്യത്തിൽ സ്പീക്കറുടെ ഭാഗത്തുണ്ടായത്.
PC ജോർജ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി രാജി ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഒരു രാജി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ രാജി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. രാജിവെച്ച ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ എന്തിന് സ്പീക്കർ തയ്യാറായി? ഇത് അദ്ദേഹം നിയമപരമായിട്ട് ചെയ്ത തെറ്റാണ്. ഒരു സാമാന്യ മര്യാദ അംഗങ്ങൾക്ക് കൊടുക്കുന്നതിന് അദ്ദേഹം തയ്യാറായില്ല. ഇതാണ് സ്പീക്കറുടെ ഭാഗത്തുണ്ടായ ഏറ്റവും വലിയ തെറ്റ്. രാജിവെച്ച ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്തത് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവം നടത്തിയൊരു സ്പീക്കർ എന്നുള്ള സ്ഥാനത്തിൽ വരാനാണോ അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്? മാണീനെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അദ്ദേഹം വന്ന് ചെയ്തത് എന്താ? കൈകൊണ്ട് ഗോഷ്ഠി കാണിച്ച് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവതരണ അനുമതി കൊടുത്തു. അത് ലോകത്ത് ഏതെങ്കിലും ഒരു സ്പീക്കർ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല കാഴ്ചശക്തിയില്ല. അന്ന് എങ്ങനെ അദ്ദേഹത്തിന് ഈ കാഴ്ചശക്തി ഉണ്ടായി? അങ്ങനെ ഓരോന്നും പറഞ്ഞ് നമ്മുടെ ബഹുമാനനായ സ്പീക്കർ പരിഹാസ്യനായിട്ട് മാറരുത് എന്നാണ് സ്പീക്കറോട് പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത്.